പ്രേസ്തലോ ക്രിസ്ത്യൻ ഭാവന. കരുതൽ കാക്കയുടെ ചിറകിൽ. ഞാനൊരു കാക്കയാണ്, പക്ഷികളിൽ ഏറ്റവും നിസ്സാരനായവൻ. ഓമനിക്കപ്പെടുന്നതോ വളർത്തപ്പെടുന്നതോ ആയ പക്ഷിയല്ല ഞാൻ. ഞങ്ങൾ എപ്പോഴും കൂട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നു, അശുദ്ധ പക്ഷിയെന്ന് മാറ്റിക്കളയുന്നു. എന്നാൽ ഒരിക്കൽ ഞാൻ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ദൂതുവാഹിയായി തീർന്നു. ആദ്യത്തെ ഫുഡ് ഡെലിവറിയും എന്നിൽ നിന്നാണ് ആരംഭിച്ചത്. അന്ന് കാലം ദുഷ്കരമായിരുന്നു. മഴയില്ലാതെ ദേശമെങ്ങും വരണ്ടു. ആകാശം മൂടിയിരുന്നു, ക്ഷാമമായി, നദികൾ വരണ്ടുപോയി. എന്നിരുന്നാലും ഏലിയാവ് എന്ന ദൈവഭക്തൻ അവൻ്റെ ദൈവത്തിൽ ഉറച്ചു നിന്നു. അതിനാലാണ് ദൈവം എന്നെ വിളിച്ചത്. പക്ഷേ ഒരു ദിവസം അതുവരെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ദൈവം എന്നെ വിളിച്ചു, എന്നോട് കൽപ്പിച്ചു, നീ എൻ്റെ ദാസനായ ഏലിയാവിന് ആഹാരം എത്തിക്കുക. ഞാൻ ഉറ്റുനോക്കി, ഞാൻ നിശബ്ദമായി കേട്ടു. എന്ത് വിശ്വസിക്കാനാകും അസാധ്യമായ ദൗത്യം! ഞാനോ നിരസിക്കപ്പെട്ട ഒരു കാക്ക. എങ്കിലും ദൈവം പറഞ്ഞതിൽ ഞാൻ കാലതാമസം ചെയ്തില്ല. ദൈവം ഏൽപ്പിച്ച നിയോഗം നിറവേറ്റാൻ ഞാൻ തയ്യാറായി. എൻ്റെ കാലുകൾ ദൈവത്തിൻ്റെ ദയയുടെ ചിറകുകളായി മാറിയിരുന്നു. കെരുത തോട്ടിൻ്റെ പച്ചപ്പും ശാന്തതയുമുള്ള ഭാഗത്തേക്ക് ദൈവം എന്നെ അയച്ചു. ഏലിയാവ് എന്ന ദൈവപ്രവാചകൻ അവിടെ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. ഞങ്ങൾ എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞവരായി, തട്ടിപ്പറിച്ചും പങ്കുവയ്ക്കാൻ ഇഷ്ടമില്ലാത്ത പക്ഷിയാണ്. എന്നാൽ ഇപ്പോൾ വിട്ടുകൊടുക്കാനും എനിക്ക് സാധിച്ചു. അവിടെ രാവിലും വൈകുന്നേരവും ഞാൻ ആഹാരം കൊണ്ടുപോയി. നാടെങ്ങും വരൾച്ചയിലയക്കുമ്പോഴും കെരുത തോട്ടിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ദൈവം പുലർത്തുന്നവനാണ്, മതിയായവനാണ്. എൻ്റെ ചിറകുകളിൽ പകർന്ന ദൗത്യം ഞാൻ ഭക്തിയോടെ നിറവേറ്റി. നിങ്ങൾക്കും ഒരു ദൗത്യമുണ്ട്. ചെറുതായിരിക്കാം, പക്ഷേ അതിൽ നീ വിശ്വസ്തനായിരിക്കണം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കെരുത തോട്ടിൽ വെള്ളം വറ്റി. എന്നോട് കൽപ്പിച്ച നിയോഗവും കഴിഞ്ഞു. ദൈവം ഏലിയാവിനെ സാരഫത്തിലേക്ക് അയച്ചു. അവിടെ ദൈവം തൻ്റെ ദാസനെ പുലർത്തി. ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ അർഹതയുടെ അളവുകളാൽ നിർണയിക്കപ്പെടേണ്ടതില്ല, വിശ്വസ്തതയാൽ പ്രവർത്തിക്കുക. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. വളർത്തപ്പെടുന്നവർക്ക് മാത്രമല്ല, പറന്ന് കറങ്ങുന്നവർക്കും ദൈവസന്നിധിയിൽ തിരഞ്ഞെടുപ്പുണ്ട്. പറക്കുക. വിശ്വാസത്തിൽ നിന്റെ ചിറകുകൾ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് വീരമേറിയതാകട്ടെ. നിന്റെ യാത്ര ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടെ.